അപ്പോൾ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി 80ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ബാല്യകാല സുഹൃത്തായ KT വാസു ഇന്ന് നമുക്കൊപ്പം രാവിലെയിൽ അതിഥിയായി ചേരുകയാണ്. നമസ്കാരം ശ്രീ KT വാസു, സ്വാഗതം ന്യൂസ് 18 കേരളത്തിലേക്ക്. താങ്കളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇന്ന് 80ാം പിറന്നാൾ ആഘോഷ നിറവിലാണ്. ഈ 80ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ചരിത്രപരമായ ഭരണ തുടർച്ചയൊക്കെ നേടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 10 വർഷം 10 ആണ്ട് തികയ്ക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഇങ്ങനെയുള്ളൊരു നിമിഷം വന്നു ചേർന്നതിൽ വളരെ സന്തോഷം. അദ്ദേഹത്തിന് ആരോഗ്യം നേർന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അതെ അതെ, രണ്ടുപേരും സ്കൂൾ കാലഘട്ടത്തിൽ ഒരുമിച്ച് പഠിച്ചവരാണോ? അടുത്തടുത്ത് താമസിക്കുന്നവരൊക്കെയാണോ? അല്ല, അടുത്ത് താമസിക്കുന്നവരാണ്. ഒന്നിച്ച് പഠിച്ചവരല്ല. ഞാൻ ഒരു വീടി തൊഴിലാളിയാണ്. അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അത് ശരി. ഇപ്പൊ കാണാറുണ്ടോ? ഇപ്പൊ ഭയങ്കര തിരക്കാണ് അദ്ദേഹത്തിന്, എപ്പോഴും അവിടേക്കൊന്നും എത്താൻ കഴിയില്ല സ്വാഭാവികമായും. അപ്പോൾ ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷമൊക്കെ ഇടയ്ക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാണാൻ കഴിയും. അദ്ദേഹത്തെ കാണാൻ അങ്ങോട്ട് എന്തായാലും പോകും, അല്ലേ അദ്ദേഹം ഇങ്ങോട്ട് തിരക്കും. അസുവിനെ കണ്ടില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ നിങ്ങൾ രണ്ടുപേരും, ഈ പഴയകാല സുഹൃത്തുക്കൾ രണ്ടുപേരും കൂടി കാണുമ്പോൾ എന്താ പൊതുവെ സംസാരിക്കാറ്? അപ്പൊ രാഷ്ട്രീയത്തിനൊന്നും അവിടെ പ്രസക്തി ഇല്ലല്ലോ. ഇല്ല, നമ്മൾ കുടുംബപരമായിട്ടും പിന്നെ നാട്ടുവിശേഷവും ഒക്കെയാണ് സംസാരിക്കുക. ഞങ്ങൾക്കൊക്കെ കാർക്കശ്യക്കാരനായ രാഷ്ട്രീയ പ്രവർത്തകനായി മാത്രമേ പിണറായി വിജയനെ കൂടുതലും അറിയുകയുള്ളൂ. നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു പഴയ കാലത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ചെറുപ്പകാലത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവവും അദ്ദേഹത്തിന്റെ പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെ ഞങ്ങളോടൊന്ന് പറയാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കാര്യം പറഞ്ഞ മാതിരി ചെയ്യും എല്ലാ കാര്യങ്ങളും. അതിപ്പോൾ ഇത് മാത്രമല്ല, പൊതുരാഷ്ട്രീയമായാലും വ്യക്തി ബന്ധമായാലും കുടുംബകാര്യമായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് തന്നെയായിരിക്കും. പണ്ടേ കാർക്കശ്യമാണ്, പറഞ്ഞ വാക്കിൽ ഒരു വ്യത്യാസവുമില്ല. ഈ ചൂടൻ സ്വഭാവം ഉണ്ടായിരുന്നോ? അങ്ങനെയില്ല. ആളുകൾ അങ്ങനെ വിലയിരുത്തും. അദ്ദേഹം ആളുകളോട് ലോഗ്യം ചെയ്യില്ല, സംസാരിക്കില്ല, പിന്നെ അങ്ങനെയുള്ള ആളാണ്, മുഖം ഇങ്ങനെ ഇതായിട്ടുണ്ടാകുക. അങ്ങനെയൊന്നും ഇല്ല. അതെല്ലാം വെറുതെ ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തെ ഒരു അപമതിപ്പുണ്ടാക്കേണ്ട നിലയിലുള്ള വർത്താനാണ്. ശരിക്കും അദ്ദേഹം അങ്ങനെയൊന്നും അല്ലേ? വളരെ സൗമ്യനായ, ലോഹ്യമൊക്കെ കൂടുന്ന, എല്ലാവരോടും ചിരിച്ചു കളിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം. രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോൾ അതിൻ്റെതായ തിരക്കിലും ആ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആ ഒരു തരത്തിൽ മാത്രമല്ല കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും അദ്ദേഹത്തിന് അങ്ങനെ ഒരു മുഖം നൽകുന്നത്. പൊതുവെ എങ്ങനെയാ നിങ്ങൾ തമ്മിൽ എപ്പോഴും ഓർക്കുന്ന ചില നല്ല മുഹൂർത്തങ്ങളൊക്കെ കാണുമല്ലോ, അങ്ങനെ ഓർമ്മയിൽ വരുന്ന ഒരു നല്ല ഓർമ്മ പറയാമോ? ഒരു മുഹൂർത്തം പറയാമോ? ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നല്ല കല്യാണമായാലും ഇതായാലും എല്ലാം നല്ല മുഹൂർത്തത്തിൽ പിന്നെ സംസാരിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണവും അങ്ങനെ ഉള്ള എല്ലാ ഇതിലും പിന്നെ കൂടെ ഒപ്പം ഉണ്ടാകും അദ്ദേഹം. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പരസ്പരം സംസാരിക്കും, കുടുംബകാര്യമായാലും മറ്റും. ഞങ്ങളിപ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ മാതിരിയാണ് ഇപ്പം ഞങ്ങൾ അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേതാവ് എന്നുള്ള തലത്തിൽ നോക്കുമ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും വളരെ ധൈര്യപൂർവ്വം നേരിടുന്ന ഒരു വ്യക്തിത്വമാണ്. പണ്ട് കാലം മുതലേ അങ്ങനെയായിരുന്നോ? വളരെ ചെറുപ്പം മുതലേ? ചെറുപ്പം മുതലേ അങ്ങനെയാണ്. അത് വളരെ എന്ത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യും. അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന ഘട്ടത്തിലും അദ്ദേഹം അതെല്ലാം മുറിച്ച് കടന്ന് പിന്നെ ധൈര്യം മുന്നോട്ട് പോകുന്ന ഒരു ആളായിരുന്നു സഖാവ് പിണറായി. അതെ, അപ്പൊ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ഈ ഇഷ്ടപ്പെടുന്നവരെ അദ്ദേഹം ഈ കാന്തം പോലെ ഇങ്ങനെ ആകർഷിക്കും എന്നുള്ളത്. ഇഷ്ടമല്ലാത്തവരോടാണെങ്കിൽ അത് മുഖത്ത് നോക്കി തന്നെ ആ ഇഷ്ടക്കേട് കാണിക്കുകയും ചെയ്യും.
അതെ അതെ അതെ, അത് കൃത്യത എല്ലാം കൃത്യത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും രീതിയും, ആളെ സഹായിക്കലും. സാധാരണക്കാരനെല്ലാം വളരെ നേരിട്ട് തന്നെ സഹായിക്കും എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കൂട്ടർ എന്തെങ്കിലും ഒരു പരിക്കോ ആസ്പത്രിയിലോ അല്ലെങ്കിൽ എവിടെയായാലും അദ്ദേഹം കഴിയുന്ന സമയത്തെല്ലാം ആസ്പത്രിയിൽ പോവും വരും. അതല്ലെങ്കിൽ ആസ്പത്രിയിലെ ഡോക്ടറെ വിളിച്ചിട്ട് സുഖവിവരം അന്വേഷിക്കും. അങ്ങനെയുള്ള ഒരു നേരിട്ട് തന്നെ ഡോക്ടറെ വിളിക്കും. ഇതാ പിണറായി ആരാന്ന് ചോദിക്കും, പിണറായി വിജയനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്ടർ സംസാരിക്കും. അത് ഇപ്പോൾ വെല്ലൂർ പിന്നെ ആസ്പത്രി ക്രിസ്ത്യൻ മെഡിക്കൽ ആസ്പത്രിയിൽ ഒരു രോഗീനെ ഇവിടുന്ന് അയക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഡോക്ടറെ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് പിന്നെ ഇദ്ദേഹം സംസാരിച്ച് അങ്ങനെ വെല്ലൂർ പോയി. അങ്ങനെയുള്ള പല സംഭവമുണ്ട്. നിങ്ങൾ രാഷ്ട്രീയം പൊതുവെ രണ്ടുപേരും സംസാരിക്കില്ലെന്ന് ആദ്യമേ പറഞ്ഞു തമ്മിൽ കാണുമ്പോൾ. പക്ഷെ എന്നാലും അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം കണ്ടപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ വല്ലോ സൂചിപ്പിക്കുകയോ ഇതൊന്ന് ചെയ്താൽ കൊള്ളാമായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും അങ്ങനെ പിന്നെ പറയാറില്ല. പറയേണ്ട ആവശ്യം വരുന്നില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ പിന്നെ വേറെ ഒന്നും പിന്നെ പറയേണ്ടതില്ല. ഇന്നത് ചെയ്ത് കൊടുക്കണം, ഇന്നത് ചെയ്തു തരണമെന്ന്. അത് പിന്നെ അദ്ദേഹത്തെ പറ്റി അറിയുന്ന കൂട്ടർക്ക് അറിയാം. അത് അങ്ങനെ പെട്ടെന്നൊന്നും പിന്നെ വല്ല ചെറിയ കാര്യമൊന്നും അങ്ങോട്ട് പോയിട്ട് പറയില്ല എന്ന്. അതെ അതെ, അതേപോലെ എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുള്ളതേ കെ സുധാകരനും പിണറായി വിജയനും തമ്മിലുള്ള ആ ഒരു പണ്ടുകാലം മുതൽ ഈ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അതിനപ്പുറമുള്ള അവരുടെ ആ ഒരു പഴയകാല കാലഘട്ടത്തെക്കുറിച്ചും അവർ തമ്മിലുള്ള ഒരു സൗഹൃദത്തെക്കുറിച്ചും ഒക്കെ അറിയാൻ എല്ലാവർക്കും ഒരു കൗതുകമുണ്ട്. അദ്ദേഹത്തെ സൗഹൃദം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സുധാകരൻ എന്ന് പറഞ്ഞ ഒരു അന്നല്ല ഒരു തനി ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ്. അപ്പോൾ അതിനെല്ലാം ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സുധാകരൻ ഇദ്ദേഹത്തെ പിന്നെ ഇല്ലായ്മ ചെയ്യേണ്ട ശ്രമം നടത്തിയിനി. അതെല്ലാം ഒരു ഘട്ടത്തിൽ അതെല്ലാം തരണം ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. അതുമുതലാണ് സുധാകരനെ വ്യക്തിപരമായിട്ടും ഇദ്ദേഹത്തെ അധിക്ഷേപിക്കും. സുധാകരൻ ചെത്തുകാരൻ്റെ മകനാണ് പിന്നെ വിജയൻ എന്നെല്ലാം പറഞ്ഞിട്ട് അധിക്ഷേപിക്കും. അങ്ങനെ വ്യക്തിപരമായിട്ടും വളരെ ഒരു എന്താ പറയേണ്ട ഒരു രാഷ്ട്രീയക്കാരന് ചേർന്നതല്ല സുധാകരൻ്റെ പ്രവർത്തനം. അതെ അതെ. അപ്പോൾ നിങ്ങൾ ഈ രണ്ടുപേരും ഈ സംസാരിക്കുന്ന സമയത്ത് ഈ രാഷ്ട്രീയം അവിടെ പ്രസക്തമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സമയത്തൊക്കെ പഴയകാല, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് പണ്ടത്തെ ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നും ഈ രാഷ്ട്രീയത്തെക്കുറിച്ച്, അതായത് വളരെ ചെറുപ്പകാലത്തിലൊക്കെ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുകയും ഇങ്ങനെ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവ് ആകണമെന്ന് പറയുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ നേതാവണം എന്നുള്ള നിലയിലൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം സ്വയം അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ജനങ്ങളാണ് അദ്ദേഹത്തെ ഈ നിലയിൽ ഇത്രയും ശക്തനായ ഒരു നേതാവാക്കി മാറ്റിയത്. അതെ അതെ, വളരെ നന്ദി ശ്രീ KT വാസു ഞങ്ങളോടൊപ്പം ഈ ഘട്ടത്തിൽ ചേർന്നതിന്. എന്തായാലും ഒരുപാട് നന്ദി, വളരെ സന്തോഷം. അഭിവാദ്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ ബാല്യകാല സുഹൃത്തായ ശ്രീ KT വാസു ആണ് നമുക്കൊപ്പം രാവിലെയിൽ അതിഥിയായി ചേർന്നത്.